സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ KSU സംസ്ഥാന വ്യാപകമായി എക്സൈസ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇടുക്കി, കൊച്ചി, ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിൽ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ജെയിനസ് രാജു ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. കണ്ണൻ നായർ കൊല്ലത്ത് നിന്നും, ശ്യാമപ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. നിതിൻ തോമസ് ആലപ്പുഴയിൽ നിന്നും, ഫെലിക്സ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അങ്ങനെ KSU വലിയ ഒരു മാർച്ചിലേക്ക് ജനകീയ വിഷയമായി ലഹരിയുടെ അതിപ്രസരം, അതുമൂലമുണ്ടാകുന്ന അതിക്രമങ്ങൾ, ഗുണ്ടായിസം ഇത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ അത് ശരിയായ നിലയിൽ ഉണ്ടാകുന്നില്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിസ്സംഗതയാണ് എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU വിവിധ ജില്ലകളിലായി സമരം നടത്തുന്നത്. സമരത്തിൽ വലിയ തോതിൽ KSU പ്രവർത്തകരുടെ പങ്കാളിത്തം കാണാൻ കഴിയുന്നുണ്ട്. പോലീസിന്റെ നടപടികളും ഉണ്ടായിട്ടുണ്ട്. സംഘർഷം പലയിടത്തും എത്തിയിട്ടുമുണ്ട്. ജെയിനസ് രാജുവിലേക്ക്, ഇടുക്കിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ജെയിൻ, ഇടുക്കിയിൽ എവിടേക്കായിരുന്നു മാർച്ച് നടന്നത്? അവിടെ സംഘർഷാവസ്ഥ ഉണ്ടായോ ജെയിൻ? പ്രതീഷ്, ഇടുക്കിയിൽ എക്സൈസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിൻ്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് എക്സൈസ് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. അവിടെ വെച്ച് ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. അതിനുശേഷം ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ അകത്തേക്ക് കയറി. ഇതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഉന്തും തള്ളുമുണ്ടായി. അതിനുശേഷം ബലപ്രയോഗത്തിലൂടിയാണ് ഈ സമരം സമാധാനത്തിലേക്ക് എത്തിച്ചത്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളും ഇടപെട്ടു. അതിനുശേഷം KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ പ്രത്യേകിച്ച് അലോഷ്യസ് സേവ്യർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എക്സൈസ് ഓഫീസിലെത്തുകയും ഈ ലഹരിയുടെ വ്യാപനം സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് തൊടുപുഴയിലാണ് MG യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം നടക്കാൻ പോകുന്നത്. ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ലഹരി വ്യാപനം അല്ലെങ്കിൽ ലഹരിയുടെ വിതരണവും വിൽപ്പനയും വ്യാപകമാകാൻ സാധ്യതയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിൽ ബോധിപ്പിച്ചത്. ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ സമയം ഓഫീസിലുണ്ടായിരുന്നില്ല. അതിനുശേഷം സമാധാനപരമായിട്ട് ഈ പരാതി ബോധിപ്പിച്ചതിന് ശേഷം ഈ പ്രവർത്തകർ അവിടെ നിന്ന് മടങ്ങിപ്പോരുകയായിരുന്നു. പ്രതീക്ഷ. ശരി, ജയനാണ് ഇടുക്കിയിലെ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൻ നായർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. കണ്ണൻ, കൊല്ലത്ത് എങ്ങനെയായിരുന്നു ഈ മാർച്ച് നടന്നത്? പ്രതിഷേധ പരിപാടികൾ എങ്ങനെയായിരുന്നു? സംഘർഷം ഉടലെടുത്തോ? ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? കണ്ണൻ നായർ. സംഘർഷഭരിതമായിരുന്നു കൊല്ലത്തെ മാർച്ച്. കൊല്ലം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. വർദ്ധിച്ചു വരുന്ന ലഹരി കേസുകളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിക്കാൻ കാരണം എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ആദ്യം പ്രതിഷേധവുമായി പ്രവർത്തകരെത്തി. ഒരു എക്സൈസ് മന്ത്രിയുടെ ചിത്രമടക്കം വാഴയിൽ കോർത്തുകൊണ്ടാണ് അവിടേക്ക് എത്തിയത്. ആദ്യം സമയത്ത് ബാരിക്കേഡ് തകർക്കാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിച്ചു. എന്നാൽ ആദ്യം അത് സാധിച്ചില്ല. പിന്നീട് കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് പ്രവർത്തകർ അക്രമാസക്തരായത്. വനിതാ പ്രവർത്തകർ അടക്കമുണ്ടായിരുന്നു. അവർ ആദ്യം ബാരിക്കേഡ് തകർത്തു. അതിനുശേഷം ഈ എക്സൈസ് ഓഫീസിൻ്റെ ഗേറ്റിലേക്ക് ചെന്നു. ഗേറ്റിൽ വെച്ച് ഈ പ്രവർത്തകർ പോലീസും തമ്മിൽ ഉന്തുതള്ളും ഉണ്ടായെങ്കിലും പ്രവർത്തകർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുകയായിരുന്നു. ചില പ്രവർത്തകർ ഈ മതിൽ ചാടിക്കിടന്നും അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ വെച്ച് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിൽ ഉന്തുതള്ളുമുണ്ടായി. ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ പിടിച്ചു നിൽക്കാൻ പോലീസ് ശ്രമിച്ചു. എന്നാൽ തിരിച്ച് ബലപ്രയോഗം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് വളരെ പണിപ്പെട്ടാണ് കൊല്ലം ACP ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇപ്പോൾ എടുത്തു പറയേണ്ടത് CPMൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രവർത്തകർ അക്രമാസക്തരാവുകയും അല്ലെങ്കിൽ അവിടുത്തെ കൊടിതോരണങ്ങളോ മറ്റോ നശിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പോലീസിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു തരത്തിലുള്ള തിരിച്ച് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അവരെ ലാത്തി വീശാനോ ഒന്നും തന്നെ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം നീണ്ട സംഘർഷത്തിന് ശേഷം ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ശരി, കണ്ണനാണ് കൊല്ലത്തെ പ്രതിഷേധത്തിന്റെയും സംഘർഷഭരിതമായ സാഹചര്യം വിലയിരുത്തിയത്. ശ്യാമപ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്യാം, കൊച്ചിയിലും എക്സൈസ് ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം നടന്നത്. അവിടെ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നോ? പ്രതീക്ഷ, അതായത് എറണാകുളം ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച മാർച്ച് കച്ചേരിപ്പടിയിലെ എക്സൈസിൻ്റെ സോണൽ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. സോണൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഏകദേശം 50ഓളം പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ആദ്യം ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. അതിനുശേഷം ഈ ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷമാണ് വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും മുദ്രാവാക്യം വിളികളുമായി ശക്തമായ രീതിയിൽ പ്രതിഷേധം തീർക്കുകയും ചെയ്തത്. തുടർന്ന് പ്രവർത്തകർക്ക് നേരെ 2 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു.
ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി തന്നെ ഈ ബാരിക്കേഡിന് സമീപത്തായി പ്രവർത്തകർ കുത്തിയിരിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങിയത്. അതിനിടയിൽ ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായി. ഇതിനിടയിൽ രണ്ട് പ്രവർത്തകർക്ക് KSU പ്രവർത്തകർക്ക് കാലിന് പരിക്കേറ്റു. അവരെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മറ്റ് 4ഓളം പ്രവർത്തകരെ ഈ പോലീസ് സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും മുദ്രാവാക്യം വിളികളുമായി നിന്ന പ്രവർത്തകർ പിന്നീട് ശാന്തരായി തിരികെ മടങ്ങുകയായിരുന്നു. വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ കാരണക്കാർ എക്സൈസിൽ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായിട്ട് KSU ഇത്തരത്തിൽ മാർച്ച് നടത്തിയത്. ശരി, ശ്യാം പ്രസാദ് തോമൻ കൊച്ചിയിൽ നിന്ന് വിവരം നൽകിയത്. നിതിൻ തോമസിലേക്ക് പോവുകയാണ്, ആലപ്പുഴയിലേക്ക്. നിതിൻ, ആലപ്പുഴയിൽ നല്ല പങ്കാളിത്തമുണ്ടായിരുന്നു KSU മാർച്ചിൽ, സംഘർഷത്തിൽ കലാശിച്ചോ? പോലീസിന്റെ നടപടി എങ്ങനെയായിരുന്നു? പ്രജീഷ്, 1 മണിക്കൂറിനടുത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു പങ്കാളിത്തമുണ്ടായിരുന്നു KSU പ്രവർത്തകരിൽ നിന്നും. ആലപ്പുഴ ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആലപ്പുഴ എക്സൈസ് ഓഫീസിലേക്കാണ് KSUവിൻ്റെ പ്രവർത്തകർ കടന്നു വന്നത്. പോലീസ് മുൻപ് തന്നെ ബാരിക്കേഡ് വെച്ച് എല്ലാം സജ്ജരായി നിന്നിരുന്നുവെങ്കിലും ഈ ബാരിക്കേഡ് മറികടക്കാനും അതുപോലെ തന്നെ എക്സൈസ് ഓഫീസിൻ്റെ മതിൽ ചാടിക്കടക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. ആദ്യം കുറച്ചു നേരം ശാന്തമായിരുന്നു. പ്രസംഗവും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് മാറിയത്. ബാരിക്കേഡ് ചാടിക്കടക്കാനും അതുപോലെ തന്നെ മതിൽ ചാടിക്കടക്കാനും ഒക്കെ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ഉന്തും തള്ളിയൊക്കെ മാറ്റാനുമൊക്കെയാണ് ശ്രമിച്ചത്. അതിനുശേഷം ഒരു നടപടിയും ഉണ്ടാവാതെ വന്നപ്പോൾ ഈ പ്രവർത്തകർ തന്നെ ഇപ്പുറത്ത് ഒരു പിൻവാതിൽ ഗേറ്റ് ഉണ്ട്, ആലപ്പുഴ മെഡിക്കൽ, അതായത് ഗവൺമെൻറ് ആശുപത്രി റോഡ്. ആ റോഡിലെ ഗേറ്റ് കൂടെ ചാടിക്കടന്ന് എക്സൈസ് ഓഫീസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് മാറി. റോഡ് അല്പസമയം ബ്ലോക്കായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി റോഡാണ്, പക്ഷേ അതുവഴി രോഗികളോ ഒന്നും ആ സമയത്ത് കടന്നു പോകാഞ്ഞത് വലിയൊരു ഭാഗ്യമായി. ഒരു അരമണിക്കൂറോളം ആ റോഡ് ബ്ലോക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. എന്നാൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. മറ്റ് സംഘർഷാവസ്ഥയിലേക്ക് പോയില്ലെങ്കിലും പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളും ഉണ്ടായി. പ്രവർത്തകരെ ബലമായി പോലീസ് വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റിയാണ് പ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്നും നീക്കിയത്. ആഭ്യന്തര വകുപ്പിന്റെയും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിന്റെയും അനാസ്ഥയ്ക്കെതിരെയാണ് ഇത്തരത്തിലൊരു മാർച്ച് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി, KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസിലേക്ക്. തോമസ് ആണ് ആലപ്പുഴയിലെ വിശദാംശങ്ങൾ നൽകിയത്. ഫെലിക്സിലേക്ക്, കണ്ണൂരിലേക്ക് പോവുകയാണ്. ഫെലിക്സ്, കണ്ണൂരിൽ എങ്ങനെയായിരുന്നു പ്രതിഷേധവും സംഘർഷവും? പ്രതീക്ഷ, കണ്ണൂർ കാൾടെക്സിൽ കളക്ടറേറ്റിനോട് ചേർന്നാണ് എക്സൈസ് ഓഫീസ്. ആ ഓഫീസിലേക്കാണ് KSU മാർച്ച് നടത്തിയത്. മാർച്ച് ഇവിടേക്ക് എത്തുന്ന സമയത്ത് തന്നെ പോലീസ് തടഞ്ഞു. പക്ഷേ ഗേറ്റ് മറികടന്ന് അകത്തേക്ക് കടക്കാൻ ആദ്യം തന്നെ KSU പ്രവർത്തകർ ശ്രമിച്ചു. പിന്നീട് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഇരിക്കൂർ MLA സജീവ് ജോസഫാണ്. ഉദ്ഘാടനത്തിന് ശേഷമാണ് വീണ്ടും മാർച്ച് അക്രമാസക്തമായത്. അതായത് എക്സൈസ് ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ KSU പ്രവർത്തകർ ശ്രമിച്ചു. പിന്നീട് പോലീസ് വളരെ ബലം പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തി. ആ സമയത്ത് KSUവിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരെയും ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശേഷിക്കുന്ന KSU പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഉപരോധിച്ച് പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഒക്കെ ഏറെ നേരമുണ്ടായി. വാഹന ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. അവിടെ നിന്നാണ് പിന്നീടുള്ള പ്രവർത്തകരെ അവിടെ നിന്നും പിൻവാങ്ങാൻ പോലീസും ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ സംഘർഷത്തിലേക്ക് പോകുന്ന സമയത്താണ് ഇരിക്കൂർ MLA സജീവ് ജോസഫും ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു പ്രശ്നപരിഹാരം ഉണ്ടായത്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശരി, ഫെലിക്സ് ആണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി KSU നടത്തിയ മാർച്ചിൽ പലയിടത്തും സംഘർഷമുണ്ടായി. പോലീസുമായി നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയും കണ്ടു.